എൻ്റെ മനസ്സിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു വചനപ്രകാശനം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാ പകർന്നത് ഒന്ന് പങ്കിട്ടിരിക്കുവാനാണ് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യ വരവിന് മുമ്പാകെ വഴിയൊരുക്കുവാൻ വേണ്ടി ഒരു യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചു. മലാക്കി 4:5-6 പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ സെൻഡ് എ പ്രോഫറ്റ് എലൈജ. ഞാൻ ഏലിയാവിനെ അയക്കും. ഏലിയാവ് നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ ഏലിയാവിന്റെ ആത്മാവും ആ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഞാൻ ഒരു പ്രവാചകനെ അയക്കും എന്ന് കർത്താവ് മലാക്കിയിൽ കൂടെ സംസാരിച്ചു. അത് അക്ഷരാർത്ഥത്തിൽ യേശു കർത്താവ് തന്നെ മത്തായി 11 പറയുന്നുണ്ട്. അത് യോഹന്നാൻ സ്നാപകനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് യേശു കർത്താവ് പറയുന്നു, അത് യോഹന്നാൻ സ്നാപകനിൽ നിറവേറി. പക്ഷെ ഈ മലാക്കി 4:5-6 നാം ശ്രദ്ധിച്ചു വായിച്ചാൽ അവസാനത്തെ ന്യായവിധിക്ക് മുമ്പാകെ ദൈവം ഒരു ഏലിയാവിനെ അയക്കും. എല്ലാ പ്രവചനത്തിനും ഒരു ഡ്യുവൽ ഫുൾഫിൽമെന്റ് ഉണ്ട്. രണ്ടാമത്തെ ഭാഗം യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പാകെ ആദ്യത്തെ വരവിൽ എന്തു സംഭവിച്ചോ അതുപോലെ തന്നെ രണ്ടാം വരവിന് മുമ്പാകെ ദൈവം കാലഘട്ടത്തിൽ ഏലിയാവിന്റെ ആത്മാവും ശക്തിയോടെ ദൈവം ഒരാളെ അല്ല എഴുന്നേൽപ്പിക്കുന്നേ, ദൈവം ഒരു കൂട്ടത്തെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. ഞാൻ അത് ആഴമായി വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ്. അതിനായി നിങ്ങളെ പ്രേരിപ്പിക്കുവാനാണ് ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ദൈവം ദൈവസഭയെ കാണുന്നു. കർത്താവിന്റെ രണ്ടാം വരവിന് മുമ്പാകെ ഒരു കൂട്ടത്തെ ഒരുക്കുവാനും കൂട്ടമായി ഒരുങ്ങുവാനും കർത്താവ് നമ്മളെ ഈ കാലഘട്ടത്തിൽ കണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരുങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപയിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ആ ഒരുക്കമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ നിയോഗത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ വേണ്ടി, ആ വഴിയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ വേണ്ടിയാണ് കർത്താവിന്റെ ദാസൻ ഇവിടെ വചനം ശുശ്രൂഷിക്കാൻ പോകുന്നത്. ഒരുക്കത്തോടെ അത് ഹൃദയത്തിൽ ഏറ്റെടുപ്പാൻ നിങ്ങൾ റെഡിയാകുന്നു. 3 കാര്യമാണ് യോഹന്നാൻ സ്നാപകനെ പറ്റി ഗബ്രിയേൽ ദൂതൻ തന്റെ പിതാവാകാൻ പോകുന്ന സക്കറിയാവിനോട് പറയുന്നത് എന്തുവാണെന്നറിയാമോ? അകന്നിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ അടുപ്പിക്കുവാൻ. അതിന്റെ അർത്ഥം ദൈവമായിട്ട് ഉള്ള ബന്ധത്തിൽ എവിടെയോ ക്ഷീണം തട്ടി, എവിടെയോ അകൽച്ച വന്ന് പോയ ജനത്തെ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടിരുവാൻ ഈ കാലഘട്ടത്തിൽ ഒരു പ്രവചന ശബ്ദം ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സമർപ്പിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയെ, നിങ്ങളെ വ്യക്തിപരമായി ദൈവം അതിനായി എഴുന്നേൽപ്പിക്കും. അകന്നു കിടക്കുന്ന ബെന്തിക്കോസ്തുകാരെ, അകന്നു കിടക്കുന്ന ക്രിസ്തീയ സമൂഹത്തെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആൾക്കാരെ, സഭകളെ തേടുന്നു. അതിനായി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവസന്നിധി നിങ്ങൾക്ക് സമർപ്പിക്കാം. ഏലിയാവ് അതാണ് ചെയ്തത്. അകന്നു കിടക്കുന്ന ഇരുത്തോണിയിൽ കാലുവെച്ച ജനത്തെ ബാലും യഹോവയും വേണോന്ന് പറഞ്ഞ്, ഭൗതികവും ലോകവും ദൈവവും വേണോന്ന് പറഞ്ഞ് നടക്കുന്ന ജനത്തെ ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊണ്ട്, ഭൗതികതയുടെ കെട്ടുകളെ പൊട്ടിച്ചോണ്ട് ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു പ്രവചന ശബ്ദം. മക്കൾമാരിലേക്ക് പിതാക്കന്മാരുടെ ഹൃദയം തിരിക്കും. അതാണ് യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുന്നത്. സക്കറിയാവിന്റെ ഹൃദയം കണ്ടോ ആരിലേക്കാണ് തിരിയുന്നത്? ഈ യോഹന്നാൻ സ്നാപകൻ. യേശുവിന്റെ മാതാപിതാക്കളുടെ ഹൃദയം ആരിലേക്കാണ് തിരിയുന്നത്? അല്ല, നിങ്ങൾ ശിഷ്യന്മാരെ എടുത്തു നോക്ക്. യുവതലമുറയായ ശിഷ്യന്മാരെ യേശു കർത്താവ് തെരഞ്ഞെടുത്തപ്പോൾ ആ സമൂഹത്തിലെ മക്കൾമാരെയാണ് ദൈവം എടുത്തത്. എന്തിന്? പിതാക്കന്മാരുടെ ഹൃദയം, നേതൃത്വത്തിന്റെ ഹൃദയം, രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ, മത നേതാക്കന്മാരായിക്കോട്ടെ, അവരുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ദൈവം മക്കളെയാണ് എഴുന്നേൽപ്പിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിലും ദൈവം മക്കൾമാരെ എഴുന്നേൽപ്പിക്കും. യുവാക്കന്മാരെ, യുവതിമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേൽ പകരും. പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണും. വിശ്വസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ തലമുറകളെ ദൈവം ഉപയോഗിക്കും. 3, വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക്.
വഴങ്ങാത്തൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുവാണ് ഇന്നത്തെ വേർപെട്ട സമൂഹം. ഇതിന്റെ മധ്യത്തിൽ ഒരു പ്രവചന ശബ്ദമായി കാലഘട്ടത്തിലെ നിയോഗത്താൽ ദൈവം നിങ്ങളെ അയക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്തിനാ? വഴങ്ങാത്ത ചിലതിനെ ദൈവകൃപയിലേക്ക്, നീതിമാന്റെ ബോധത്തിലേക്ക് വഴക്കിക്കൊണ്ട് കൊണ്ടുവരുവാൻ വേണ്ടി. സ്തോത്രം. ഇത് സംഭവിക്കുന്നത് ഒരു കാരണത്താൽ, ഒരു കാര്യം ചെയ്താലേ സംഭവിക്കത്തുള്ളൂ: പ്രാർത്ഥന. ലൂക്കോസ് 2 പ്രാർത്ഥിക്കുന്ന 2 പേരെ നാം കാണുന്നുണ്ട്. ഒന്ന് ശിമയോൻ, 2 അന്ന പ്രവാചകി. എത്ര നാള് പ്രാർത്ഥിച്ചു? തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം 84 വർഷങ്ങൾ വിധവയായി ആലയത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ച്. എന്തിന്? ഇസ്രായേൽ സമൂഹത്തിന്റെ യഥാസ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാക്കന്മാർ, പിതാക്കന്മാർ, യുവതി യുവാക്കന്മാർ എഴുന്നേറ്റാൽ, നിങ്ങളോട് ഞാൻ അടിവരയിട്ട് കർത്താവിന്റെ ആത്മാവിന്റെ നിയോഗത്തോടെ പറയാൻ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ റെഡിയാണേൽ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണേൽ, ഈ ഉണക്ക പ്രാർത്ഥനയൊക്കെ മാറ്റിവെച്ച് ആത്മതപനത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ജാഗരിച്ച് കരച്ചിലോടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവത്തോടെടുത്താൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. സ്തോത്രം. ഇടുക്കി ജില്ലയിൽ ദൈവം ഉപയോഗിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ്. യോഹന്നാൻ സ്നാപകൻ വന്നത് ഒരു ഹൈ റേഞ്ചിനാണ്. യേശു കർത്താവ് വന്നത് ഹൈ റേഞ്ചിൽ നിന്നാണ്. ഇടുക്കിയിൽ നിന്ന് വല്ല നന്മയുണ്ടോ, നന്മ വരുമോ എന്ന് ചോദ്യചിഹ്നം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇടുക്കി ജില്ല ഒരു തഴയപ്പെട്ട ജില്ലയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ റെഡിയാണേൽ, നിങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുവാണേൽ, ഈ കേരളത്തെയും ഇന്ത്യയും ലോക രാജ്യങ്ങളെ ചലിപ്പിക്കുവാൻ വേണ്ടി ഇടുക്കി ജില്ലയിൽ നിന്ന് ചിലവരെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനായി നിങ്ങൾക്കൊരുക്കമുണ്ടേൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അതിനായി നിയോഗിക്കട്ടെ. ആത്മാവ് നിങ്ങളെ അതിനു വേണ്ടി വേർതിരിച്ച് ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ വിരമിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.